ഇതിപ്പോ ആരും പണിക്കാരെല്ലാം പറ്റൂടെ? ആരും കിട്ടുന്നില്ലല്ലേ? ഈ ലുക്കൊക്കെ വെച്ചിട്ട് വീട്ടുപണിയൊന്നും ചെയ്യരുത്. കളറൊക്കെ പോയി. ഞാൻ ഇവിടെ വന്നതാണ്. അപ്പൊ അതെ, നമ്പർ ഒന്ന് തരുമോ? എന്റെ നമ്പറാ? ചേട്ടന്റെ നമ്പർ മതിയോ? ചേട്ടന് വാട്സപ്പ് ഉള്ളതേ. വാട്സപ്പ് ഉള്ള നമ്പറോ? നമ്മളിവിടെ ഒരു ചാരിറ്റിയുടെ ഒരു ഇതുണ്ട്, അപ്പൊ ആ ഗ്രൂപ്പിലൊന്ന് ചേർക്കണം. ഓക്കെ ഓക്കെ. എന്റെ നമ്പറേ ഫോണേ കുറച്ച് പ്രോബ്ലം ആയിട്ട് ഇരിക്കുക. പിന്നെ ശരി ശരി. എന്താടാ? വാ, ഒരു അർജന്റ് കാര്യം. നിങ്ങൾ ഇത് വല്ലതും അറിഞ്ഞ? എന്താണ്? മറ്റേ യൂട്യൂബിലൊക്കെ മണ്ടോതിരി തള്ളയില്ലേ? വീഡിയോ ഇടുന്നത്? ആ വീഡിയോ കണ്ണി കണ്ട എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരു തള്ളയുണ്ടല്ലേ, അവര് നമുക്കെതിരെ മറ്റേ വീഡിയോ ഇറക്കിയിരിക്കുന്നു. നമുക്കെതിരെ വീഡിയോ? മറ്റേ നമ്മള് ഈ ഇടയ്ക്ക് മറ്റേ ഒരു പാട്ടുകാരിയുടെ പറ്റി നമ്മൾ കമന്റ്, ലക്ഷ്മിയുടെ അതിനെപ്പറ്റി കമന്റ് ഇട്ടില്ലേ, അതിനെതിരെ ഇത് പറയാൻ നമ്മൾ ആരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ. നമ്മളാരാണ്? നീ ഒന്ന് ഓപ്പൺ ചെയ്തേ. എന്റെ വൃത്തികെട്ട കമന്റുകളാണ് ആ ഫോട്ടോയുടെ താഴെ വരുന്നത്. അയാൾക്ക് എന്താണ് ഒരു കുഴപ്പം? നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. ഞാൻ നോക്കിയിട്ട് ഒരു കുറ്റവും അയാളിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ തന്നെ കായിക ലക്ഷ്മിക്ക് അയാളെയാണ് ഇഷ്ടമെങ്കിൽ എന്തിനാണ് നിങ്ങൾ അതിൽ ഇടപെടാൻ പോകുന്നത്? ഇത്തരം വൃത്തികെട്ടവന്മാർക്കെതിരെ രണ്ടു വാക്ക് പറയണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇത് തമാശയല്ല ഗായ്സ്, സീരിയസ് ആണ്, സീരിയസ് ആണ്. വേണ്ടി വന്നാൽ വീട്ടിൽ കയറി ഞങ്ങൾ ഇടിക്കാൻ വരെ റെഡി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലേ ബേബി? ഇവിടെ പറഞ്ഞങ്ങടെ പോണത്. അതെ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ കമന്റ് ഇട്ടെ. എടി തള്ളച്ചി, നിനക്ക് വീഡിയോ ചെയ്യാമെങ്കിൽ അത് കാണുന്ന ഞങ്ങൾക്ക് കമന്റ് ഇടാനും അഭിപ്രായം പറയാനും അവകാശമുണ്ടടി അമ്മച്ചി. അത് കാണാനുള്ള നമുക്ക് അഭിപ്രായം പറയാൻ. ഞങ്ങൾ വീഡിയോ കണ്ട് സെലിബ്രേറ്റ് ആക്കിയവരുടെ കല്യാണത്തെ കുറിച്ച്, അവരുടെ കല്യാണത്തിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടടി തള്ളേ. അഭിപ്രായം പറയാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ടടി തള്ളേ. തള്ളേ ഡോട്ട് കൊടുക്കാം, കുറെ ഡോട്ടും തെറിയും മറ്റേ എല്ലാം കൊടുത്താ വിരലിന്റെ കറുത്ത വിരൽ കൊടുക്കാം. ഏതാണെങ്കിലും കൊടുത്തോ. കോട്ടെ അങ്ങോട്ട് അത് പോയി. ഞാൻ അടുത്തത് നിന്റെ വീഡിയോയിൽ ഇടക്കിടക്ക് നിന്റെ ഭർത്താവിനെ ഞങ്ങളെ കാണിക്കാറില്ലേ? ഇവ മനുഷ്യനും അത് റോഡ് റോളറോ? ഇവനെ കൊണ്ടുപോയി PWDയുടെ റോട്ടിൽ മെറ്റില് ഒതുക്കാൻ നോക്ക്. ഞങ്ങളെ കാണിക്കണ്ട. ഈ തവളപ്പൊത്തലിനെ ഞങ്ങൾക്ക് കാണണ്ട. പൊത്തലിന് അതെ, ആ കെട്ടിയോന്ന് പറഞ്ഞില്ലേ, അവിടെ മറ്റേ എംപ്ലോയിഡ് മറ്റേ അപ്പിക്ക് കണ്ണും അതിട്. ഇവളുണ്ടല്ല, ഇന്നത്തെ കൊണ്ട് ഇവളുടെ യൂട്യൂബ് കൂട്ടി ഓടിക്കോളണം. നമ്മുടെ പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടേ നല്ല തെറി അങ്ങോട്ട് പറഞ്ഞോളാൻ പറ. ഗ്രൂപ്പിൽ ഞാൻ വോയിസ് ഇടാം. എടാ, എല്ലാവരുടെയും ശ്രദ്ധക്കാണ്. നമ്മുടെ മണ്ടോദരി ഇല്ലേ, അവിടെ ഒരു പിത്തയിലിടാ തടിച്ചിട്ടുള്ള, യൂട്യൂബിലൊക്കെ വരണ അവള് നമ്മൾ കമന്റ് ചെയ്തതിനെതിരെ ഭയങ്കര സാമൂഹിക വിമർശനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അവളുടെ തന്തയും തള്ളയും തുമ്മിച്ചാകണം. ആ ജാതി തെറി അങ്ങാട് എല്ലാവരും ഇപ്പൊ തന്നെ കമന്റ് ചെയ്തോട്ടാ. ശരിയാന്ന്. പിന്നെ മറ്റേ ജാനകി ചേച്ചി കുളിക്കാൻ വന്നതിന്റെ ചക്കര ഇപ്പൊ ഇടും കേട്ടാ. കണ്ടിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യണേ, പുറത്തു പോകരുത്. വൺ ടൈം ഇട്ടാ ബാ. നീ എല്ലാം അങ്ങോട്ട് പോയിക്കോ. എന്താണ്? ഞാനേ ഒരു വർക്കിന്റെ കാര്യത്തിനാണ്. ഞാൻ വന്നോളാടാ. ശരി ശരി. കാര്യത്തിന് എന്നാ പശ പോലെ കൂടെ വന്നോളൂ. ഓസ്ട്രേലിയയിലല്ലേ? അതെനിക്ക് മനസ്സിലായി. അത് ഓക്കെ ഓക്കെ. അത് നമ്മൾ സംസാരിച്ചായിരുന്നല്ലോ റേറ്റിന്റെ കാര്യമൊക്കെ. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഞാനത് സേവ് ചെയ്ത് വെച്ചോളാം. ഓക്കെ. അല്ലല്ല, കോസ്റ്റ്യൂംസ് ഒക്കെ അവർ കൊളാബ് ചെയ്യുന്നയാ. അത് ഞാൻ പറഞ്ഞായിരുന്നു, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അയച്ചു തന്നില്ലേ അവരുടെ. അത് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. ലക്ഷ്മിയെ, കൊച്ചിയില് നടന്ന ഷോയില് നീ പാടുന്ന പാട്ടിന്റെ അടിയിലേ എഴുതിയ കമന്റ്സ് വായിച്ചു നോക്ക്. നീ ചില കമന്റ്സ് ഒക്കെ വായിച്ചു നോക്കി കഴിഞ്ഞാലേ ഇനി പാട്ടും വേണ്ട ഒന്നും വേണ്ട തോന്നും, ഫോണെടുത്ത് വലിച്ചെറിയാനേ തോന്നും. ഇത് വായിച്ചു നോക്ക്. മൊത്തം കുലിക്കിയാലേ ഇവൾക്കൊക്കെ തൊണ്ടയിൽ നിന്ന് ഒച്ച പൊന്തു. ഞാൻ വിളിച്ചാൽ വരുമോ? എനിക്കും സംഗതി പഠിക്കണം. അവന്റെ നല്ല ശരീരം അല്ല, സോറി, ശാരീരം.
ഇവർക്കില്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഇത് ഞാനും വായിക്കുന്നുള്ള ബോധം വേണ്ട ഇവർക്ക്. ഇത്രയും തുള്ളാൻ അവളുടെ തന്ത വെളിച്ചപ്പാടാണോ? എന്റെ അമ്മ. അതെ, നിർത്താൻ നമുക്ക്. ഈ പാട്ടും വേണ്ട, ഒന്നും വേണ്ട. എന്റെ അച്ഛ, നമ്മൾ ഈ പാട്ട് പാടാൻ പോകുമ്പോൾ കേൾക്കാൻ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടൂല. നമ്മളെന്തിനാ ഇതൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ അതൊന്നും ചിന്തിക്കാറുമില്ല. പാട്ട് പാടുകയാണെങ്കിൽ പാട്ടിനെ കുറിച്ചല്ലേ ഇവര് പറയണ്ടേ? എന്തിനും എന്നെ കുറിച്ച് ഓരോന്ന് പറയണത്? എന്റെ അച്ഛ, ഒരു പണിയില്ലാത്തവന്മാർ അങ്ങനെ പലതും ഇടും. നമുക്കിവിടെ ആവശ്യത്തേക്കുള്ള പണിയില്ല. എന്തിനാ ഇതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഞാനൊന്നും നോക്കാറുമില്ല. ആ ആ, എന്താ സുധിയേ? അതെ, ശരി ശരി ശരി. ആ ഞാന് മോൾക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. ശരി ശരി. ലക്ഷ്മിയെ, ആ സുധി ഒരു പ്രപ്പോസൽ പറഞ്ഞല്ല? ആ അതാ ചെക്കന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് നോക്ക്. ആ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല അല്ലേ? താന്നിരിക്കുന്ന തലവട്ടം കണ്ട ഒരു വരില്ല. ഇവരിത് എവിടെ പോയി പണ്ടിട്ട്? കുറച്ച് സമയമായില്ല, വരേണ്ട സമയം കഴിഞ്ഞു. ഒന്ന് പേരേട്ടൻ വിളിച്ചു നോക്കി. വേണമെങ്കിൽ ഒറ്റയുടെ തുടക്കം മുതൽ കാണണമെങ്കിൽ അവൻ വരട്ടെ. അതെ. ഇല്ല, മീൻകാരനാണ് മീൻകാരൻ. ഞാൻ ഇവിടെ ഒന്ന് വിളിക്കാം. നീ എവിടെയാണ്? നിനക്ക് തോന്നുമ്പോ എന്നാ അവര് കുളിച്ചിട്ട് പോകും. തുടക്കം തൊട്ട് കാണണ. എടാ, ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഇല്ലാന്ന് നീ സമയം നോക്ക്. എടാ, ഇന്ന് അവര് നേരത്തെ വന്ന് കുളിക്കൂന്ന്. എണ്ണ ഇട്ടിട്ട് അലക്കി ചവിരിയൊക്കെ എടുത്ത് വെക്കണ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എടാ, വെയില് പൊങ്കി അവര് വരില്ല. അവർക്ക് നീരിളക്കൊള്ള ഇറങ്ങിയൂടെ? വാങ്ങട്. ആ ആ ആ വരുന്നുണ്ട്. 10:30 അവര് കുളിക്കുള്ളൂ. നിന്ന് അവർക്ക് കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉള്ളതാണ്. പിന്നല്ല, ഞാൻ കേട്ടതല്ലേ. ആ അതെ, ഈ ഫോൺ അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കണം. എവിടെ? അവിടെ ആ മാവിന്റെ അവിടെ എവിടെയെങ്കിലും. പിന്നെ വന്നു കഴിഞ്ഞ പോണ്ടല്ല. അവന്റെ ഫോൺ വെക്കാം. അതെ, മറ്റേ പാട്ട് ലക്ഷ്മി ഇല്ലേ? ലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് പൈകിയനെ കണ്ട? ഇല്ല. ഒരു വധൂരി നോക്കി. ഇവളെങ്ങനെയാടാ ഇവനാ സെലക്ട് ചെയ്തത്? എനിക്കറിയാൻ കേട്ടാ. അച്ചോ, ഒരു മെനയില്ലല്ല. മേനെ ഇവനെന്താടാ ശൂലേം ഗ്രഹണി പിടിച്ചവനാ? ഇത് കാശിന് വേണ്ടിട്ടാടാ. പിന്നല്ലാണ്ട് ഇത് കാശിന് വേണ്ടി തന്നെയാണ്. അത് കുറച്ച് കഴിഞ്ഞ് ഇവന്റെ എല്ലാം മേടിച്ചെടുത്തിട്ടുണ്ടല്ല, അവള് വേറെ തൂങ്ങും. അയ്യേ, ഇത് വയറ് നോക്കിയടാ, ചെറുവിരലിന് കുമ്പം വെച്ച പോലെ. ഇവളൊക്കെ എന്താണ് ഇത്? നാട്ടിലെന്താ ആണുങ്ങള് തീർന്നു പോയാ? അതല്ലേ നീ ഒരു കമന്റ് ഇട്ട് കൊടുത്തേ. ഇപ്പം എന്ത് കമന്റ് ആണ് ഇത്? കണ്ട് മനസ്സ് വെറുത്തിരിക്കണ്. എടാ, അതിന് കമന്റ് അങ്ങാണ്ട് കൊടുക്കുക. അവളുടെ മനസ്സ് വെറുക്കണം. അവന്റേതും. നീ ഇട്ടേ. നാട്ടിലെന്താ ആണുങ്ങള് തീർന്നു പോയാ? ഒരെണ്ണം പറഞ്ഞേ. എവിടെന്ന് കിട്ടിയടി ഊളെ നിനക്ക് ഈ മാസം തികയാതെ പെറ്റവനെ? അത് പോട്ടെ. അത് പോയി. നീ ആ ലിങ്ക് ഒന്നിട്ടെ. ഇതിന്റെ ലിങ്ക് ഇട്ടേ. ഒരെണ്ണം ഞാൻ കൊടുക്കാം. എനിക്ക് മനസ്സമാനം പറഞ്ഞു. നീ കെട്ടാൻ തിരഞ്ഞെടുത്തവന്റെ അച്ഛൻ ചിമ്പാൻസി ആണോ? കിടക്കട്ടെ. പോയിട്ടുണ്ട്. എന്താണല്ലേ നമ്മളിവിടെ ആരാധിച്ച് അവളുടെ പാട്ട് കേട്ട് യൂട്യൂബൊക്കെ കണ്ട അവൾക്ക് വരുമാനം കിട്ടണ്. എന്നിട്ട് കണ്ട കടകെട്ടവന്മാര് ഇവള് കെട്ടണേ. അതല്ലേ, അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യണ്ടേ ഇങ്ങനെ കെട്ടാൻ പോകുന്നു, ഞാൻ കെട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. എടാ, നമുക്ക് താല്പര്യം ഉണ്ടല്ലോ. ഇതിലും നല്ലതല്ലേ നീയും ഞാനും ഒക്കെ. പിന്നെ ഇതേ ഒരെണ്ണം കൂടെ കിട്ടല്ലേ. നിക്ക് ഏതാണ് ഈ പന്നി തൂറിയവൻ? കിടക്കട്ടെ. അത് പോരല്ല അങ്ങാട്.
ഈ നാ കു പു മോനെയുള്ളോ നിനക്ക് കെട്ടാൻ കിട്ടിയത്? ഓട്ടെ, നീയും കൊടുത്തു പറഞ്ഞൂടി. ഞാൻ അതേടാ, ദേ നമ്മള് കമന്റ് ഇട്ടതിന്റെ അടിയിൽ കുറെ വന്ന് തൂങ്ങിയിട്ടുണ്ട്. ആ ശരിയാണ്. തെറി കൊണ്ട് അഭിഷേകം തുടങ്ങി. അതെ, എല്ലാവരും നമ്മൾ മുൻകൈ എടുക്കണം. അതെ അതെ, നമ്മളൊന്ന് തുടങ്ങി കൊടുത്തേച്ചാ മതി. അത് മതി. അല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് സമൂഹത്തിനോട്. അവക്ക് എന്തേലും ഒരു മാന്യത വേണ്ടേ? എന്റെ കമന്റിന് 5 ലൈക്കായി. വന്നിട്ടുണ്ട്. ക്യാമറ ലക്ഷ്മി, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഫോട്ടോന്റെ താഴെ വന്ന കമന്റ്സ് ഒക്കെ വായിച്ചോ? വായിച്ചു. എന്ത് തോന്നി? എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ചിമ്പാൻസി എന്നൊക്കെയാണ് എന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരിക്കലും ലക്ഷ്മിക്ക് പറ്റിയൊരാളാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ലക്ഷ്മിക്ക് ഇപ്പോഴും സമയമുണ്ട്, വേണമെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്യാം. ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയോ എന്നൊക്കെ ഒരു തോന്നൽ എനിക്കുണ്ട്. എന്താന്ന് പറയാത്തെ? അതെ, ഈ വീട്ടില് ഒരു പണിയിലാണ്ടിരിക്കണവന്മാര് ചുമ്മാ ഓരോ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവന്മാർക്ക് വായി തോന്നുന്നത് വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. വെറുതെ വീട്ടിലിരുന്ന് എവിടെ എത്താണ്ട് പോയവന്മാരുടെ ഒരു തരം ഫ്രസ്ട്രേഷൻ, അതാണ് അവന്മാർ പറഞ്ഞു തീർക്കുന്നത്. ഇപ്പൊ എന്റെ വീഡിയോന്റെ താഴെ എത്ര കമന്റ് വരുന്നത്? സത്യം പറഞ്ഞാൽ ഞാനതൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല. എനിക്ക് 2 ദിവസമായിട്ട് ഉറക്കം തന്നെ കിട്ടണില്ല. ഈ കമന്റ്സ് ഒക്കെ വായിച്ചിട്ടേ വല്ലാത്തൊരു ജാള്യത. അമ്മയാണ് അതിലപ്പുറം. അമ്മയ്ക്കാണെങ്കിൽ ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയെ ആകെ ഡള്ളായിട്ടിരിക്കുക. വീട്ടിലെ ഭാഗം ഒരു ശോകമുഖമായ അവസ്ഥയാണ്. ലക്ഷ്മിക്ക് ഇപ്പോഴും സമയമുണ്ട്, അതിക്രമിച്ചിട്ടില്ല. വേണമെങ്കിൽ ഒരു റീതിങ്ക് നടത്താം. എന്തു പറയണം? അതെ ഹരോമല്ലേ, ആ കഴുതകൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് ഓക്കെ ആണ്. ഉറപ്പാണോ? ഉറപ്പാണ്. എനിക്ക് വിശ്വസിക്കാലോ? പ്രോമിസ്? താങ്ക് യു. എല്ലാവർക്കും സുഖല്ലേ? അപ്പോ എപ്പോഴത്തെയും പോലെ ഒരു തമാശ വീഡിയോ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇന്ന് തമാശയല്ല, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, നിങ്ങൾ കുറെ പേരെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഗായിക ലക്ഷ്മി വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന്റെ ഒരു ഫോട്ടോ ഇട്ടതിന്റെ പേരിൽ എന്തെല്ലാം ബഹളങ്ങളാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? എന്റെ വൃത്തികെട്ട കമന്റുകളാണ് ആ ഫോട്ടോയുടെ താഴെ വരുന്നത്. അയാൾക്ക് എന്താണ് ഒരു കുഴപ്പം? നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ. ഞാൻ നോക്കിയിട്ട് ഒരു കുറ്റവും അയാളിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ഗായിക ലക്ഷ്മിക്ക് അയാളെയാണ് ഇഷ്ടമെങ്കിൽ എന്തിനാണ് നിങ്ങൾ അതിൽ ഇടപെടാൻ പോകുന്നത്? ഈ കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് ബേബിയെ കൂടി ഇങ്ങോട്ട് വിളിക്കേണ്ടതുണ്ട്. Come on, baby. ഓക്കെ, അപ്പോ ഈ കാര്യം സംസാരിക്കുമ്പോ ബേബി ഇവിടെ വേണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാര്യം 3 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് നമ്മൾ. എന്നിട്ടും കൂടി നമ്മൾ എത്ര വൃത്തികെട്ട കമന്റുകളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ബോഡി ഷേമിംഗ് ആയിട്ടും ഞങ്ങളെ മാനസികമായി തളർത്തുന്ന രീതിയിലും ഒരുപാട് കമന്റുകൾ ഇന്നും ചിലപ്പോൾ ഈ വീഡിയോയുടെ താഴെയും ഇടുന്ന വൃത്തികെട്ടവന്മാരുണ്ട്. സത്യത്തിൽ എന്താണ് പ്രശ്നം ബേബി? ഇവർക്ക് വേറെ ഒരു പണിയുമില്ല. പിന്നെ ഒന്നും ആകാൻ പറ്റാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ കണ്ടവന്റെ നെഞ്ചത്ത് തീർക്കാന്ന് പറയില്ലേ, അത് തന്നെയാണ്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഇത്തരം രീതിയിൽ പ്രതികരിക്കാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ആരും സംസാരിക്കാത്തത്, ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ സംസ്കാരമല്ല ഞങ്ങളുടെ, അല്ലേ ബേബി? ബേബിക്ക് എന്താ പറയാനുള്ളത് പറയൂ. അത് വേണ്ട, നമ്മളും അവരും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം, ആർക്കെങ്കിലും അങ്ങനെ കമന്റ് ഇടാൻ തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ എന്നല്ല ആരുടെയെങ്കിലും ഫോട്ടോയ്ക്ക് താഴെയോ വീഡിയോയ്ക്ക് താഴെയോ കമന്റ് ഇടാൻ തോന്നുമ്പോ സ്വയം ഒന്ന് ചിന്തിക്കുക, എല്ലാം തികഞ്ഞവരാണോ നിങ്ങൾ എന്ന്. എന്തായാലും എല്ലാം തികഞ്ഞ ആരും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ അല്ലേ? ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷമായി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും.
അതുകൊണ്ട് അവനവന്റെ കുറവുകൾ മറച്ചു വെച്ചുകൊണ്ട് കണ്ടവന്റെ കുറവുകൾ അങ്ങ് ഊതി വീർപ്പിച്ച് കമന്റ് ഇടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? പറയട്ടോ? That's all. ആ പോയില്ലേന്ന് ഇല്ല ഇന്ന് പോയില്ല. ആണാ ചേട്ടൻ പറഞ്ഞ ആരും വല്ലതും പറഞ്ഞാ? ഇല്ല, ഇനി ഒരു വർഷവും കൂടി എടുക്കും. ആണല്ലേ? മുടി അടിപൊളിയായിരുന്നു ആ ഇങ്ങനെ വെട്ടിയത്. നേരത്തെ ഇത്ര ഉണ്ടായില്ല അല്ലേ? ഞാൻ കട്ട് ചെയ്തായിരുന്നു ഇടക്ക്. ആ ഹാ ഹാ